ഹലോ. വീട്ടിലേ പഴയ സ്പ്രേ ബോട്ടിലുണ്ടെങ്കിൽ ഇങ്ങട് എടുത്തോട്ടാ. കളയണ്ട. ചെറുതായിട്ട് പെയിന്റ് അടിച്ച് നമുക്ക് ഷോക്കേസിൽ വെക്കാം. ഇത് കണ്ടോ? നല്ല ഭംഗിയുള്ളൊരു കുപ്പി. ഇതിൽ പച്ചയും കറുപ്പും മഞ്ഞയും ചേർത്തിട്ട് ഒരു ബേസ് കോട്ട് അങ്ങ് അടിച്ചു വെക്കാമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. അങ്ങനെ ദേ കറുപ്പും മഞ്ഞയും പച്ചയൊക്കെ ഇടകലർത്തിയിട്ട് ഒരു ബേസ് കോട്ട് അടിക്കാനുള്ള തിരക്കിലാണ് ഞാൻ. ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണ്ടാവും, ഈ ചേച്ചിക്ക് ആ സ്റ്റിക്കർ ഒന്ന് പറിച്ച് കളഞ്ഞിട്ട് അടിച്ചുകൂടിയെന്ന്. ആ സ്റ്റിക്കർ കൊണ്ടൊരു അത്ഭുതമുണ്ട്, കാണിച്ചു തരാം. അതുകൊണ്ടാണല്ലോ നമ്മൾ പറിച്ച് കളയാത്തത്. അങ്ങനെ നല്ലോണം പെയിൻ്റൊക്കെ അടിച്ച് കുട്ടപ്പനാക്കി ഉണക്കാൻ വെച്ചു കേട്ടോ. ഉണക്കി കഴിഞ്ഞ് വന്നപ്പോഴേക്കും രാത്രി. അതുകൊണ്ട് കുറച്ച് വെളിച്ചം കുറഞ്ഞു പോയിട്ടോ. നല്ല സാരില്ല, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യും എനിക്കറിയാം. ഇനി അതിലേക്ക് ചന്നം പിന്നെ മഞ്ഞ കളർ പെയിൻറ് വാരി പൂശുക. ഫ്രണ്ട് ഭാഗത്ത് മാത്രമാണ് മഞ്ഞ വാരി പൂശുന്നുള്ളൂ എന്നുള്ള കാര്യം മറക്കരുത് കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, അതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കുറേ പൂക്കൾ വരച്ചു കൊടുക്കുക. ഉള്ള കളറൊക്കെ ഉപയോഗിച്ചോ. പിങ്കും ചുമപ്പും മഞ്ഞയും ഓറഞ്ചും ഒക്കെ ഇരുന്നോട്ടെ. കളർഫുള്ളല്ലേ എപ്പോഴും ഭംഗി. അങ്ങനെ വളരെ മനോഹരമായ പൂക്കളൊക്കെ വരച്ച് കഴിഞ്ഞാൽ കുറച്ച് ഇലകളും കുറച്ച് പച്ചപ്പും ഒക്കെ കൊടുക്കുക. പച്ചപ്പും പൂക്കളും എല്ലാം തീർന്നു കഴിഞ്ഞാൽ സ്റ്റിക്കർ നൈസായിട്ടൊന്ന് ഉരിച്ച് കളയാം കേട്ടോ. ഇതിലേക്ക് ഫെയറി ലൈറ്റ് ഇട്ട് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും. ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നിട്ടുള്ള മഞ്ഞയൊക്കെ ജസ്റ്റ് ബ്രഷ് വെച്ചൊന്ന് ബ്ലെൻഡ് ചെയ്ത് കളയാം. പിന്നെയുള്ളത് നമ്മുടെ ടോപ്പ് പോർഷനാണല്ലോ. അതിനെ നമുക്കൊരു കാര്യം ചെയ്യാം, ബ്രൗൺ അടിച്ചു കൊടുക്കാം. എന്നിട്ട് കുറച്ച് പൂക്കളൊക്കെ അതിൽ വരച്ചു കൊടുത്താൽ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. കുറച്ച് പൂക്കളും ചിത്രശലഭമൊക്കെ ഞാൻ വരച്ചു കൊടുക്കാനാണ് കേട്ടോ. നല്ല ഓറഞ്ച് കളറിലുള്ള ചിത്രശലഭങ്ങളെയാണ് വരച്ചു കൊടുക്കുന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. ദേ ഏകദേശം ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ ഒരു രൂപമായി. നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട.